സെലീന മുജീബാക്കും വിലക്കോട് വരും ഇപ്പോ ഞാൻ ഷർട്ട് എടുത്തുകൊണ്ട് വേറെ ഒന്നാ എവിടെ കുഞ്ഞിപ്പോടെ ആ കാക്കുവാ ഇപ്പം ഭാവിയും വരുന്നുണ്ട് നമുക്ക് കുറച്ച് കഞ്ഞി കുടിച്ചോട്ടോ പോകുമ്പോത്തിനെ. കഞ്ഞി വേണ്ട, ചായ ഇപ്പൊ കുടിച്ചിട്ട് കുറച്ചേരല്ലേ ആയിട്ടുള്ളൂ. മുജീബ് വന്ന പൈസ എണ്ണ നോക്കിയാ എത്ര ഉണ്ടോ നോക്കിയാ? ആ ഞാൻ എണ്ണൊക്കെ കാക്കു 50,000 റുപ്യാണ് ഇപ്പൊ അത്. ഇനിയിപ്പൊ അത് അവിടെ ഇനിയിപ്പൊ എത്രക്ക് ആവണാവല്ലേ? ഇനിയിപ്പൊ അത് കജ്ജി കുടിച്ചണാ? കുറച്ച് പൈസ കയ്യില് വെക്ക, ആകെപ്പോ മുജീബ് തന്ന പൈസ തന്നെയല്ലേ ഉള്ളൂ. ഇനിയിപ്പോ അവിടെ എത്ര ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അത് നമുക്ക് മുജീബാക്കിട്ട് പോരും, നമുക്ക് കുപ്പായം ഉണ്ട്. കുഞ്ഞിപ്പ അവിടെ എന്നാ പല കുപ്പായം ഇട്ട് കൊടുക്കണേ ബാ. പന്ന് കുടിച്ച എന്നെ കുപ്പായം ഇട്ട് എന്തോന്നിട്ടാണ് ഞാൻ മുജീബാക്കി ഇപ്പൊ വരുമ്പോത്തിനെ ഞാൻ അങ്ങാടി പോയിട്ട് എങ്ങടെ കുഞ്ഞിപ്പാപ്പ ഈ പോണത് ഈ നേരത്ത്? ഇതിപ്പോ അങ്ങാടി വന്നിട്ടല്ലോ. ഉപ്പാൻ ആസ്പത്രി പറയാൻ നേരത്ത് പോരക്കപ്പണ് വരും. അപ്പൊ ഇതിൽ പോവാൻ നിക്കല്ലേ? ഞാൻ ഇപ്പൊ വരും പല കൊണ്ടുപോകുമ്പോ എത്തിയാ പോരെ? ആ എവിടക്കടാക്കി പോണേ? ആ സെലീന പോനായില്ലേ എല്ലാരും? ആ എന്നപ്പാ ഇന്നിയും ബാവയുടെ ആ ബാവന്റെ പെണ്ണുങ്ങളെ കുഞ്ഞുമോളെ വരിക്ക് വെക്കണല്ലോ. അപ്പൊ ഉമ്മ ഒറ്റക്ക് തന്നെ ഉള്ളു. അപ്പൊ ആടുകുട്ടിയൊക്കെ വെള്ളം കയറ്റിട്ട് ഉമ്മ അങ്ങനെ വന്നോളും. പിന്നെ ബാവ രാവിലെ മാറ്റിയാണ്ട് തോന്നിനോ എന്നിട്ട് വന്നിനോ? ബാവ ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലപ്പാ. ആ ഏതായാലും പോലെ വരാനായിക്കണോ, നമുക്ക് പോയി നോക്കല്ലേ? ആയിക്കോട്ടെ. ഇമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാടാ? ഇമ്മ എന്നാലും ഡിസ്ചാർജ് ചെയ്യണോ? പിന്നെ മുജീബക്കാ സലാമക്കാരെ പാടുമ്പത്താ ഞാൻ മൂപ്പര് വന്നാരൊന്നും കാണാനൊന്നും പറ്റിയില്ല. ഓരോരോ ഹോസ്പിറ്റൽ കേസും ചുറ്റുപാടൊക്കെ ആയിട്ട്. സലാമാക്കാന്റെ ഇപ്പൊ ഇന്ന് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ ദിവസമാണ്. മാനുകുരുക്കളില്ല. ഞാൻപ്പോ വീട്ടിൽ പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. അരിയാട്ടനോട് വരാനും പറഞ്ഞിട്ടുണ്ട്. ഇജ്ജ് വരണോ? ഇച്ചൊന്നും പറ്റൂല മുജീബക്ക, ഒരുപാട് ചുറ്റുപാടുകൾ വേറുണ്ട്. ഹോസ്പിറ്റലൊക്കെ ചെല്ലാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് കണ്ടോളാം. ആ മുജീബേ എവിടുന്നോട്ടാണ് വരുന്നു? ഞാൻ എന്റെ ഇളച്ചന്റെ അടുത്ത് ഒന്ന് പോയതാ. ഇളച്ചന്റെ കുട്ടിക്ക് തീരെ സുഖമില്ല. അപ്പൊ ഒന്ന് അവിടെ കടന്നു പോയച്ചിട്ട് പോയതാ. ഉമ്മാൻ ഒറ്റയ്ക്കാക്കി പോയതാ. കാക്കാണെങ്കിൽ അവിടെ ഇല്ലേ. അല്ല മുജീബേ എത്തും പറഞ്ഞ് നമ്മൾ വാവുട്ടിനെ കാട്ടാൻ കണ്ട് അതുപോലെ ഞാൻ അപ്പൊ അങ്ങനെ ഇടാൻ പറ്റൂലല്ലോ. എത്തും പറഞ്ഞ ചെജ്ജഞ്ഞി ഞാൻ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇതിനെ ഇറങ്ങിയത് തന്നെയാണ്. മാനുകുരുക്കളെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ സലാമിനോട് വരി പോയിട്ട് എടുത്തുകൊടുന്ന് കാണിച്ചു കൊടുത്താട്ടെ. അതിനെ വേണ്ടിയിട്ട് ഇറങ്ങിയത് തന്നെയാണ് ഞാൻ. അപ്പൊ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്കാണ് പോയി കുരുക്കളെടുക്ക് കേട്ടോ. അവിടെ വരി, ഞങ്ങളിപ്പോ ഒരു അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തും. ഓക്കെ, ഞാൻ അന്ന് വാവുട്ടിനെ കൊടുന്നന്ന് വന്നതാ. ഇനി ഞാൻ അവിടേക്ക് വന്നിട്ടില്ല. ഒന്നുമില്ലല്ലോ, ആ തള്ളേന്റെ സെലീനാന്റെ ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് അന്ന് അവിടെ ഇറങ്ങിയത്. ഞാൻ കുറച്ചു നേരം നിൽക്കാനൊക്കെ പോകുന്നുണ്ട് എന്റെ കുട്ടീന്റെ അടുത്ത്. അത് വിചാരിച്ച് ഞാൻ പോയതായിരുന്നു. പിന്നെ ആറ്റിങ്ങൾ രണ്ടും കൂടി ഒരു അടക്കന്നെ തേറ്റ്. എന്റെ മോളെ കുട്ടിയല്ലേ, ഓരോ തിരക്കൂടാൻ നന്നാ. ഞാൻ എന്തേലും അപ്പൊ തന്നെ പോന്ന് ഇതൊന്ന് ആശുപത്രിക്ക് കൊണ്ടുവരണമെങ്കിൽ ഒന്ന് ചിന്ന വിവരം അറിയിക്കോണ്ടി. ഞാൻ അപ്പൊ ആശുപത്രിക്ക് കണ്ടുവരുന്നുണ്ട്. ഒന്ന് കാണാൻ പോകേറ്റോ. ഞങ്ങൾ പോട്ടെ. ഞങ്ങളോട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴേ അവിടെ വിളിക്കാട്ടോ. ഞാൻ അലയൊക്കെ വന്നോ നോക്കട്ടെ. ആയിക്കോട്ടെ. സലാമയുടെ ഇറങ്ങിയില്ലേ? ആരൊക്കെ പോയിരുന്നു? ആരാപ്പോ ഇപ്പൊ ഇവിടെ എത്തിക്കണോ? ഭാവിയും കുഞ്ഞിപ്പിയും പുറത്തേക്ക് പോയതാ. ഒരു വന്നിട്ടുമില്ല. നമ്മൾ പോവാൻ നോക്കാം, നേരം വെക്കണ്ടല്ലോ. ഇനിയിപ്പോ അവിടെ ഒക്കെ ചെയ്തല്ലേ. നിങ്ങൾ സലാമാക്കാനായിട്ട് പോയിക്കോളെ. ഞാൻ അമ്മനെ നോക്കാനായിട്ട് അപ്പൊ ആദ്യത്തേക്കാരുടെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അരിയാട്ടനും ഇവരൊക്കെ ഉള്ള കാക്കൊക്കെ ഉണ്ടല്ലോ, ഞാനവിടെ എത്തിക്കോളാം കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാനും പോരണ്ടേ? വേണ്ട വേണ്ട, ഇതൊന്നും ഇപ്പൊ പോരണ്ട. ഞങ്ങള് പോയിട്ട് എന്താ ഇപ്പൊ അവിടുത്തെ വിവരമൊന്നും അറിയില്ല. ആ വിവരം എന്നിട്ട് ഞങ്ങൾ വരാം. അപ്പൊ ഒന്ന് കുഞ്ഞിപ്പിന് വരട്ടെ, എന്നിട്ട് പിന്നെ എനിക്ക് കുഞ്ഞിപ്പാക്കൊക്കെ വരാം കേട്ടോ. അങ്ങനെ ചെയ്താ മതി അല്ലേ മുജീബേ? ആ മുജീബേ, നേരം കളയണ്ടേ നമുക്ക്. അപ്പൊ വേണ്ട, ഇറങ്ങാൻ നോക്ക്. പിടിച്ചോളി. അല്ലപ്പാ, ആ ഭാവിയും കുഞ്ഞിപ്പിയും കാട്ടിയ പണിയൊക്കെ നിങ്ങള്. ഭാവനെ ഇപ്പൊ വൈക്കന്നെ വന്നിട്ടില്ല. പാവന്റെ കാര്യം പറഞ്ഞിട്ട്
ഓന്റെ എല്ലാ കാര്യവും ഞാൻ തന്നെ ഒരു സംഗതിക്ക് ഓനെ കിട്ടൂല. ഉണ്ണേട്ടാ, അന്നത്തെ ആ ഭൂമി കച്ചവടത്തില് ഞങ്ങള് 10-12 ആൾക്കാരുണ്ട്. അതൊന്നുള്ളി ഒരു വെച്ചത് എനിക്കിപ്പോ എന്താ കിട്ടിയത് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ദേശം കൂടി തരണം. എന്നാ ഭാവം അനക്ക് തയ്യല്. എന്നോട് ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ ആളെ കൊണ്ടാൻ പറഞ്ഞില്ലേ, ഇജ്ജ് അതിന് ആളെ കൊണ്ടേൻ. അപ്പൊ എന്താ ചർക്കാൻ കൂട്ടിത്തരാണ്. ആ, അതിന് പറ്റിയ ഒരാള് എന്റെ അടുത്തുണ്ട്. എന്റെ അളിയന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ, മുജീബാക്ക. മൂപ്പര് ഗൾഫിൽ നിന്ന് വൃത്തം വിട്ട് വന്നിക്കാളോ. മൂപ്പര് എന്തൊക്കെയോ തുടങ്ങാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. മൂപ്പക്ക് നമുക്ക് അതിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ഏതായാലും ഇപ്പൊ പൊളിയനായി കിടക്കുന്ന സാധനമാണല്ലോ. നിങ്ങള് കണ്ടറിഞ്ഞ് കമ്മീഷൻ തരേണ്ടി വരും. പഴയ കളി ഇറക്കൂല. സാധനം ഞാൻ മൂപ്പര് ഏൽപ്പിച്ചോളാം. മനസ്സിലായോ? ആ, അങ്ങനെ വലിച്ചും പറ. എന്നാ ഞാനൊക്കെ കമ്മീഷൻ കൂട്ടിത്തരാം. ആ, എന്നാ വരി. ഇപ്പൊ തന്നെ മൂപ്പരെ പേരിക്കണ് പോയേക്കും. മൂപ്പര് അവിടെ ഉണ്ടാവും. വരി. ഇന്നേരൊക്കെ എടുത്തിക്കോട്ടാ. സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, 2 മണിക്കൂറിൽ എത്തുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടാ. എന്ത് പറ്റിയാണ് ഇപ്പൊക്ക്? മൂപ്പര് ഗൾഫിലായിരുന്നു. ഒരു 10 ദിവസം മുന്നെയാണ് ലീവ് കഴിഞ്ഞ് പോയത്. ഇവിടുന്ന് പോകുമ്പോ തന്നെ വലത്തുകാലിന് ചെറിയൊരു വലിച്ചതും വേദനയൊക്കെ ഉണ്ടായിരുന്നു. പോയി വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞേക്കിന് രാത്രി ഭക്ഷണം കഴിച്ചിട്ടാണ് കിടന്നതാ. രാവിലെ എണീക്കുമ്പോ ഈ ഒരു ഭാഗം അനക്കാനോ ഒന്നിനും വയ്യ. അങ്ങനെ അങ്ങോട്ട് വന്നതാണ്. അപ്പൊ ഞാൻ സാറിന് ബുക്ക് ചെയ്തിരുന്നു. മാനകുരുക്കൾക്ക് എന്തൊക്കെ ഇപ്പൊ പ്രയാസങ്ങളില്? കാല് തീരെ അനക്കാൻ പറ്റണില്ല. പിന്നെ കയ്യേ ഇങ്ങനെ പൊന്തിച്ച കുഴപ്പമില്ല. ഇവിടെ പൊന്തിച്ച പറ്റണില്ല. ഈ ഒരു സൈഡ് ഫുൾ ആയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ പൊന്തിച്ച പ്രയാസമുണ്ട്. ഓക്കെ സാറേ, ഇതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇതിപ്പോ എക്സസൈസ് കിടക്കേണ്ടതേ പോലെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ശരിയാവണമെന്നുള്ളതാണ്. അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് ചെയ്യണം. സാറ് പറഞ്ഞിട്ടുള്ള അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫുള്ളായിട്ട് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ സാറ് വന്ന് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അഡ്മിറ്റ് ചെയ്യാം തൽക്കാലം. മുജീബ, അഡ്മിറ്റ് ആവണമെങ്കിലേ ഞാനൊന്ന് കുടി പോയി തരാം. ശരീരം കുഞ്ഞിട്ട് വന്നതൊന്ന് നിന്നോട്ടെ. പിന്നിപ്പോ ഓന്റെ തുണി കുപ്പായി എടുത്തില്ലേ, അത് കൊടുക്കാം. കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരും ചെയ്യാം കേട്ടോ. ഞാൻ ഒന്ന് പെരി പോയിട്ട് തരാം കേട്ടോ. ആയിക്കോട്ടെ. താത്ത അളിയാക്ക് വന്നില്ലേ? ഒറ്റക്ക് എന്നുള്ളൂ. ഇല്ല, അലയാക്ക് വന്നോളൂ. ഞാനേ മുജീബ് പറഞ്ഞു എന്നെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ അങ്ങോട്ട് കേട്ട ഉടനെ മണ്ടി പോന്നതാട്ടാ. മുജീബേ, പറ്റിയ ഡോക്ടർ പറഞ്ഞപ്പോ അതാ തനിക്കാണ് ഇപ്പൊ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞേക്കണോ. പിന്നെ മെയിനായിട്ടുള്ള കുരുക്കളുണ്ട്, മാനുകുരുക്കളെ അറിയും. അയാൾ പുറത്തു പോയതാ, കുറച്ച് കഴിഞ്ഞിട്ട് വരും പറഞ്ഞു. ബാക്കിയുള്ള വിവരങ്ങളൊക്കെ എന്താന്നുള്ള അയാൾ വന്നതിന് ശേഷം പറയാതെ പറഞ്ഞിട്ടുണ്ട്. ബാവുട്ടിയെ അഡ്മിറ്റ് ആക്കാന്നല്ലേ പറഞ്ഞടാ. താത്ത നിന്നാലോ? ഞാൻ നിക്കാം. ആണ്ടാത്താ ഇപ്പളേ അവിടെ പോയിട്ടുണ്ട്. സലീനും കുഞ്ഞിപ്പും വന്ന് നിന്നോളും. ഉമ്മ അവിടെ ഒറ്റക്കല്ലേ ഉള്ളാത്ത. ഇജ്ജ് നിക്കണ്ട, ഇജ്ജ് പോയിക്കോ ട്ടാ. ബാവുട്ടിയെ താത്താണ്ട് പോയാലോ? അവിടെ ഉമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ അളിയാക്കാനോട് പറഞ്ഞേക്കാം. താത്തൊക്കെ പോകാൻ പൂതി ഉണ്ടായിട്ടല്ല. ഇത്തിരി കഞ്ഞിയും ഇത്തിരി ഫ്രൂട്ട്സും ഒക്കെ നല്ല തിന്ന് കുടിച്ചോണ്ട് ഇട്ടാ താത്തന്റെ കുട്ടി. എന്താ വെച്ചാല് അവനാനെ തടി ഉണ്ടെങ്കിൽ അവനാനെ നടക്കാൻ പറ്റുള്ളൂ. ആ ബോധം ഉണ്ടായിക്കോട്ടെ നമുക്ക്. ആ നേരത്തെ വെച്ച് തിന്നും കുടിച്ച് നടക്കണം. പോവാൻ പൂതി ഉണ്ടായിട്ടൊന്നല്ല മോനെ. ഞാൻ പോവാണ്. ആവട്ടെ, താത്ത പോട്ടെട്ടാ. താത്ത, നിങ്ങൾ ഹോസ്പിറ്റലിൽ വരേക്കാരല്ലേ? ആടാ, ഞാൻ ആശുപത്രിയിൽ നിന്ന് വരിക. ആവട്ടിനെ അഡ്മിറ്റ് ആക്കിയിരുന്നു. ഒരാഴ്ച കിടക്കണം എന്നാ പറയുന്നത്. താത്ത, ഹോസ്പിറ്റലിൽ ആരൊക്കെ ഉള്ളത്? ഇന്ന് മുജീബാക്ക് വിളിച്ചിരുന്നു. ഓരോരോ ചുറ്റുപാടായിട്ട് ഹോസ്പിറ്റലിൽ വരാൻ നേരം കിട്ടിയിട്ടില്ല. ഞാൻ അതിലിപ്പോൾ പോയേക്കുണ്ട്.
അവിടെ ആരാ ഓന്റെ അമ്മോസമാക്കെ ഉണ്ടാവും കുത്തിരിക്കുന്നത്, പിന്നെ മുജിബാക്ക് അരിയേട്ടനൊക്കെ ഉണ്ട്. ഓന്റെ പെണ്ണുങ്ങളും ഓന്റെ അമ്മായിയമ്മയും ആരും ഇല്ല. എന്താ ഓല് അമ്മോസാക്ക മാത്രം ഹോസ്പിറ്റലുള്ളല്ലേ, അളിയനും മോളും മരുമ്പലൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാലേ ഒരു സാധനം ഇങ്ങനെ പീഞ്ഞുകളിൽ ജീവിച്ചിന്റെ ഇവിടെ മുങ്ങാൻ കിട്ടുമല്ലോ. ആ സലാമാക്കാന്റെ കയ്യുമ്പോൾ റാറ് മോഡൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു, അതുവരെ പോട്ട് പോക്കിൽ ഒരു ആളാണ് ഈ അളിയന്. അളിയന് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് അങ്ങോട്ട് ഇങ്ങനെ ഒരു അടിക്ക് ആളെ എടുത്തില്ല. ഇയാൾ ഇങ്ങനെ പീഞ്ഞ് നടക്കാം. ഈ സാധനം ആവിഷ്കാരം മുഴുവൻ ഗൾഫിൽ പണിയെടുത്തൊക്കെ ഇവര് പീഞ്ഞ് ഇറക്കിയിരുന്നു. ഇവിടെ മുങ്ങാൻ കിട്ടില്ല, അതുകൊണ്ടാണ് ഓല് വരാത്തത്. അമ്മോസാക്കൊക്കെ ചെറിയതായി ഉണ്ടാവും, അതുകൊണ്ട് ആൾ വന്നിട്ടുണ്ടാവും ഇവിടെ. ഏതൊരു ഹോസ്പിറ്റലിൽ ഞാൻ പോയേക്കട്ടെ. ചെറിയ മനെ ഓലെ സ്വഭാവം ആരും പറഞ്ഞു തരണ്ട. ചോല സ്വഭാവം ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയല്ല ഞാൻ പോലെ. ഇതിന്റെ ഇടയില് ഇറങ്ങാറായത് എന്റെ കുട്ടിയാണ് വാവുട്ടി. എന്താ കാട്ടുങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ മോനെ. ഈ മുജീബ് നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്കൊരു സമാധാനം കേട്ടാ. ഞാൻ പോയേക്കട്ടെ. ആ ആയിക്കോട്ടെ. സെലീന, ഇപ്പൊ കേട്ടില്ലേ ഡോക്ടർ പറഞ്ഞത്? മറ്റന്നാൾ സലാമിനെ ഡിസ്ചാർജ് ആക്കാന്നാ പറഞ്ഞത്. നമ്മളെത്തിപ്പോ ഉണ്ടായിന്റെ ആകെ 50,000 റുപ്യ ഉണ്ടായിന്റെ. അതൊക്കെ ഇപ്പൊ ആകെ കഴിഞ്ഞ പോലെ. അനക്കറിയില്ല അവിടുത്തെ മരുന്നിന്റെ കുഴമ്പിന്റെ ഒക്കെ വില. ഇഞ്ചിപ്പോ മറ്റന്നാളെ ഡിസ്ചാർജ് ആക്കുമ്പോ അവിടുത്തെ മരുന്നും ആ ചീട്ടും എല്ലാം കൂടി ഇപ്പൊ എത്ര വരുമെന്ന് എനിക്കൊരു പുറത്തം കിട്ടുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചിട്ട് ആകൊരു ഇത് കിട്ടുന്നില്ല. ഞാൻ അതന്നെ ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട്. എത്രങ്ങാനും പൈസ ഇപ്പൊ ആശുപത്രി പോയി ചെലവായിക്കും. എന്തപ്പോ കാട്ടുക? നിങ്ങൾ ബാവാനോട് ഇന്ത്യ നിന്ന് വാങ്ങിയ പൈസ തരാൻ പറഞ്ഞാണ്. എത്രങ്ങാനും പൈസ ഇപ്പൊ അവിടെ ചെലവായിക്കണ്. ബാബാ, ജോലിന്ന് വാങ്ങിയ 1,00,000 റുപ്യ ഉണ്ടല്ലോ, അതാണ് കൊടുത്താളാ. അല്ല ഓള് കൊടുന്ന ഈ കായ്ക്ക് പോണ്. ലാഭം വേണ്ട നഷ്ടം വേണ്ട, വാങ്ങിയതാണ് കൊടുത്താളാ. ഈ നേട്ടമൊക്കെ അല്ല അതിനൊന്ന് സഹായിക്കേണ്ടത്. ഇതെത്താപ്പാണ് ഈ പറഞ്ഞത്? ആ പൈസക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇങ്ങനെ കിടക്കല്ലേ, മണ്ട് കളിച്ചല്ലേ. എത്ര നമ്പർ ഭൂമിയാണ് ഇങ്ങനെ കിടന്ന് മരണന്നറിയോ? ആ പൈസ കൂടി വന്നാൽ ഞമ്മ എല്ലാ പ്രശ്നം തീരൂലേ. ബിസിനസ് അങ്ങനെയാണ്. അത് ശരി. ഇപ്പൊ ഇനിയിപ്പൊ എത്ര കാട്ടുക? ആലോചിച്ചിട്ട് ഒരെത്തും പിടി കിട്ടണില്ല. 2 ദിവസമായി ഗ്യാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വർഗം കത്തിച്ചുകൊണ്ടിരിക്കണ്. കറണ്ടും ബില്ലും വരാനേക്കണ്. അല്ല ബാബാ, ഇജിപ്പോ തീരുമാനം പറഞ്ഞു കൊടുക്കേനെ. ഇജിപ്പോ ഇങ്ങനെ പറഞ്ഞാ പറ്റോ? മറ്റന്നാ പോനെ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് പോരണ്ടേ? ഓനെ ആസ്പത്രി ഇങ്ങനെ ഉത്തരണ്ടാ മതിയോ? എന്ത് തീരുമാനം? മൂപ്പര അടുത്താളല്ലേ മുജീബാക്ക. മുജീബാക്കന്റെ കന്ന് വായിക്കോട്ടെ. ഇതിനിടക്ക് 10,000 മുജീബാക്കല്ലേ അടച്ചത്. മൂപ്പരില് ആയിട്ടല്ലോ സൂപ്പർ മാർക്കറ്റ് ഒക്കെ വാങ്ങാൻ നിൽക്കുക മൂപ്പര്. അല്ല പിന്നെ സെലീന, ആസ്പത്രിയുടെ കാര്യമൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നൊക്കെ വിചാരിച്ച നമുക്ക്. സലാമിപ്പോൾ വന്നാലേ ഓനിപ്പോ അടുത്ത കാലത്തൊന്നും പണിക്കുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റങ്ങൾക്ക് കഞ്ഞിയും കുടിച്ചണ്ടേ? അതിനെന്തെങ്കിലുമൊക്കെ ഒരു മാർഗം വേണ്ടേ? ഞാൻ ആലോചിച്ചിട്ട് ഇപ്പൊ ഒരു പണിയേ ഉള്ളൂ. കുഞ്ഞിപ്പാനെ നമുക്ക് പണിക്ക് പറഞ്ഞേക്കാം. എന്റെ ഒരു ചങ്ങായിന്റെ അവിടെ മുസ്തഫ, ഓൻ ഈ ഫാബ്രിക്കേഷന്റെ പണിയാണ്. അപ്പോ തൽക്കാലം നമുക്ക് കുഞ്ഞിപ്പാനെ ഓന്റെ ഒപ്പം പറഞ്ഞേക്കാം. ഓന് കുറെ കാര്യം ചെയ്താലത് അതിപ്പോ ഞാൻ കണ്ടിട്ടൊരു മാർഗമുള്ളൂ. ഓനൊരു 10,500 റുപ്യൊക്കെ കൊടുക്കുവോന്. എന്നാലേ നമുക്ക് കഞ്ഞി കുടിച്ചാലോ. അല്ലാപ്പോ എത്തപ്പോ ഇങ്ങനെ നിന്നാലേ എന്തപ്പോ നമ്മൾ കാട്ടുക? കുഞ്ഞിപ്പാ, ഇത് ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലടാ. ഇപ്പൊ വന്നാ നിപ്പാനെ കൊണ്ടിഞ്ഞ് പണിക്കൊന്നും പോവാനൊന്നും വെക്കൂല. ഇനി പപ്പാനെ കൊണ്ടിഞ്ഞിപ്പോ നമ്മളൊന്നും നോക്കാനും പറ്റൂല. പപ്പാന്റെ കോഴി ആടും പപ്പാക്കാനുണ്ട് ഇനി ഓരോരോ കോയില്. ഇതെന്താ തീരുമാനിച്ചെന്ന് പറഞ്ഞ? എത്ര കാട്ടണു? ഇപ്പൊ പറഞ്ഞ വഴി പോയാക്കാം, അല്ലാതെ നിവൃത്തിയില്ലല്ലോ. അംസുപ്പ ഇല്ല, ഞാൻ പോൾക്കരയിലുണ്ട്. വേം വാ, എന്റെ ഒരു ടാപ്പിങ്ങും റബ്ബർ വലിയും. ആയിക്കോട്ടെ. എത്ര നേരമായി ചങ്ങായി ഞാൻ എന്നെ കാത്തുക്കണു. വെട്ടലൊക്കെ രാവിലെ കഴിഞ്ഞു. കുറച്ച് വെട്ടുകാർ വലിച്ചാണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചാർജ്? എന്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ ആണ് റബ്ബർ ഇങ്ങനെ വെട്ടണേ. എന്തിനാർജ്? കഫീലിന് അയച്ചു കൊടുക്കണ. എനിക്കിത് വെട്ടാൻ അറിയില്ലെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെ ബാക്കി പൈസ എവിടെ ആണ് കൊണ്ടുവരണ? അത് അടിച്ചാൻ കൊടുക്കണ്ടേ? ഫോട്ടോ നമുക്ക് രാവിലെ എടുക്കാം. ഇനി നാളെ രാവിലെ തന്നെ റബ്ബർ വെട്ടുള്ളൂ. ആ ഫോട്ടോ രാവിലെ എടുക്കാം. എല്ലാം സുപ്പ എനിക്ക് അറബിയൊക്കെ അറിയില്ലേ? അറബിയൊക്കെ അറിയേ. ഞാൻ 5 വരെ മദ്രസ പോയിക്കണോ? അതൊക്കെ പോരാ. അത് മതി, 5 വരെ പോയിക്കണോ. എന്നിട്ടാ അല്ല അറബി പറഞ്ഞ് കേൾക്കാൻ എനിക്കറിയില്ലേ? അറബിക്ക് കേട്ടാ അറിയും, പക്ഷെ തിരിച്ചു പറയാൻ അറിയില്ല.
ആ അത് മതി, അറബി പറഞ്ഞ കേട്ടാ മതി. എന്നിട്ടപ്പോ ആ പൈസന്റെ കാര്യം വേഗം നോക്ക്. 2-3 ദിവസം കൊണ്ട് അതിന്റെ ബീസ് അടിക്കും. പിന്നെ ആ ഫോട്ടോത്തിന്റെ കാര്യം മറക്കണ്ട. അത് ഞാൻ മറക്കൂലേ. ഏട്ടാ അന്ന് ഒന്ന് പോരാൻ പറ്റിയിട്ടില്ല സലാമാക്കാനെ കൊടുന്നിട്ട്. ഇപ്പൊ ഇന്ന് കൊടുന്നു പറഞ്ഞു. നമുക്കൊന്ന് പോയി തരാഞ്ഞാ പറ്റുമോ? ഇപ്പൊ കണ്ടില്ല നിങ്ങൾ ആ വനജ പറയുന്നത്. ഓൾ എന്ന് നോക്കിയാലും അങ്ങനെ തന്നെ. ഓളും വന്ന അധികാരം സ്ഥാപിക്കും. ഒരു സ്വൈര്യം തരൂല. ആ വല്ല കാര്യാക്കണ്ട, അങ്ങനെ തന്നെ അല്ലേ. ഓള് നാളെ പോവും. എന്നും ഞാൻ തന്നെയല്ല നോക്കണത്. ഓൾ എന്നേലും ഒന്ന് വരും, എന്നിട്ട് അധികാരം സ്ഥാപിക്കാതെ ഓരോ കുറ്റങ്ങളും പറഞ്ഞോണ്ടിരിക്കും. നമുക്ക് അവിടെ പോയി നോക്കാം. അത് പോയി കണ്ടിട്ട് പോരാ. പോയി വരും. എന്നുണ്ടല്ലോ പോണം എന്നാ നിൽക്കണം. ഞാൻ പോയിട്ടാ. ആ കുഞ്ഞിപ്പാന്തി പണിക്കോൻ അറിഞ്ഞോ? എന്നപ്പാണ്ട് വന്നക്കാണ് പോയിക്കോ. ഞാൻ പണിക്ക് പോകണ്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. കുഞ്ഞിപ്പാ നോക്കി പോയിക്കോണ്ടി. മോട്ടോർ സൈക്കിളിലൊക്കെ പോവാണെങ്കിൽ ഹെൽമെറ്റ് വെച്ചാണ്ടിട്ടാ. പോയിക്കോ. ആയിക്കോട്ടെ.